ഞാനൊരു ദൈവവിശ്വാസിയാണ് 100%. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും വിശ്വാസികളാവാം, അല്ലാതിരിക്കാം. ഓക്കെ, എൻ്റെ അടുത്ത് ഒരാളൊരു എത്തിസ്റ്റ് വന്നിട്ട് ഈ ഒരു നിരീശ്വരവാദി വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ദൈവത്തെ വിശ്വസിക്കുന്നത്, നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നമ്മളിൽ ഈ ദൈവവിശ്വാസികൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ, ഫോളോ ചെയ്യാൻ മറക്കല്ലേ, അല്ല ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അദ്ദേഹം എന്നിട്ട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ വിശ്വസിക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലയോ, കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് അതിലൊരു സന്തോഷമുണ്ട്, നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളുടെ വിശ്വാസമില്ലായ്മയെ ഞാൻ ചോദ്യം ചെയ്യുന്നുമില്ല. ഒരു കാര്യം ഞാൻ തിരിച്ചു ചോദിച്ചു, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ പറയാമോ മറുപടി? ഓക്കെ. വണ്ടിപ്പെരിയാർ കേസ്, ഒരു കൊച്ചു പെൺകുട്ടി ഒരുത്തിന് ഇല്ലാതാക്കി, എന്നിട്ട് അവനെ പുഷ്പം പോലെ കോടതി ഇറക്കി വിട്ടു. നമ്മുടെ ഇന്ത്യൻ നിയമം അവനെ ഇറക്കി വിട്ടു, അവനിപ്പോൾ സ്വതന്ത്രനായി. ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, ആ പെൺകുട്ടിക്ക് ഇനി എവിടെ നീതി കിട്ടും? അപ്പോൾ അയാൾ പറഞ്ഞു, അതിനിപ്പം നീതി കിട്ടാനൊന്നുമില്ല, അത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പം മേൽക്കോടതി. ഞാൻ ചോദിച്ചു, മേൽക്കോടതിയിൽ പോയാൽ അവിടെയും അവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എവിടെ നീതി കിട്ടും? അപ്പോൾ അയാൾ പറഞ്ഞു, അതങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ. അപ്പോൾ തിരിച്ച് ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം ചോദിച്ചു, ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്ന ഒരു ലോകം എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമോ ചീത്തയായിരിക്കുമോ? അത് നല്ലതായിരിക്കും. കാര്യം അങ്ങനൊരു ബുദ്ധിമുട്ട് പറ്റി. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ചോദിച്ചു, ആ പെൺകുട്ടിക്ക് നീതി കിട്ടുകയും അവന് ശിക്ഷ കിട്ടുകയും ചെയ്യുന്ന ഒരു ലോകം എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു ലോകം ഇവിടെ എന്തായാലും പറ്റത്തില്ലല്ലോ, ഈ ലോകത്തില്ലല്ലോ, കഴിഞ്ഞല്ലോ, ഒന്നും ഇല്ലല്ലോ, പോയില്ലേ. ഞാൻ ചോദിക്കുന്നതല്ല, എവിടെയെങ്കിലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടുകയാണെങ്കിൽ, അവന് ശിക്ഷ കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണോ ചീത്തയാണോ? തീർച്ചയായിട്ടും നല്ലതാണ്. യെസ്, അതാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നീതി. ഇസ്മായിൽ ത്വാഫ് സൈനിങ് ഔട്ട്.